പരസ്പരം കാണലും നിശ്ചയം കുറിക്കലൊക്കെ വളരെ ഫാസ്റ്റായിട്ടാണല്ലോ നടന്നത്. ആരും പരസ്പരം മുഖം കണ്ട് മിണ്ടിയിട്ട് പോലുമില്ല. അതാ കുറച്ച് ഫ്രീ ആയിട്ട് കണ്ട് സംസാരിക്കാന്ന് വിചാരിച്ചു. മനസ്സിലായി, സംസാരിക്കാം. നിങ്ങൾക്ക് എന്ത് ചോദിക്കണോ അത് ചോദിച്ചോ. അല്ല, ഈ കല്യാണം പെട്ടെന്ന് പ്ലാൻ ചെയ്താണല്ലോ. ബ്രോക്കറും കുടുംബക്കാരും ഒക്കെ ഓക്കെ ആയാലും അവസാനം ജീവിക്കേണ്ടത് നിങ്ങളല്ലേ. അപ്പോ നിങ്ങളുടെ മനപ്പൊരുത്താണല്ലോ പ്രധാനം. സുഭാഷ് ചേട്ടനെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ അല്ലേ കല്യാണത്തിന് സമ്മതിച്ചത്? അതെന്താ, സുഭാഷിന് വല്ല കുഴപ്പമുണ്ടോ? അയ്യോ, അതല്ല. നിങ്ങൾ തമ്മിൽ അങ്ങനെ പഴകുന്നതിന് സമയം ഉണ്ടായില്ലല്ലോ, അതാ. ഞാൻ വെറുതെ ചോദിച്ചതാ. എനിക്ക് സുഭാഷിനെ ഇഷ്ടമായി, അതുകൊണ്ടാ ഇത് ഇത്രയും വേഗം തീരുമാനിച്ചത്. പിന്നെ ഒരുപാട് അറിയുന്നതിലും പഴകുന്നതിലും അർത്ഥമൊന്നുമില്ല. നിധി എന്നല്ലേ പേര്? അർത്ഥമില്ല നിധി. എന്റെ ആദ്യത്തേത് ഒരു ലവ് മാരേജ് ആയിരുന്നു. എന്നിട്ടെന്തായി? പണ്ട് കല്യാണ മണ്ഡപത്തിൽ വെച്ച് ആദ്യമായിട്ട് കണ്ടുമുട്ടിയവര് എത്രയോ കാലം സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. എക്സാക്ട്ലി, ദാറ്റ്സ് ദ പോയിന്റ്. ആക്ച്വലി ഇവിടെ വന്നതേ വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നേ. ഞങ്ങളുടേത് ഒരു ആണുങ്ങളുടെ ഫാമിലിയാ. ഞാനും ചേട്ടനും അനിയന്മാരും അച്ഛനും. അതിൻ്റെ ഇടയിൽ ഇപ്പോ നിധി മാത്രമാണ് ഒരു സ്ത്രീ ആയിട്ടുള്ളത്. അത് നിങ്ങൾക്കൊരു പ്രശ്നമാവില്ലല്ലോ അല്ലേ? അതെ, ഇത്തരം കാര്യങ്ങളാ പ്രധാനമായിട്ട് സംസാരിക്കണം എന്ന് വിചാരിച്ചത്. എല്ലാവരുടെ മുന്നിൽ വെച്ചും ഇതൊന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ, അതാ. ആക്ച്വലി ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. ഇതെനിക്ക് സെക്കൻഡ് മാരേജ് ആണെന്ന് അറിയാലോ. അങ്ങനെയുള്ളപ്പോ ഓപ്ഷൻസ് കുറവായിരിക്കുമല്ലോ. ഡിവോഴ്സ് കഴിഞ്ഞാൽ ഒരു കല്യാണം വേണോന്ന് വീട്ടുകാർ പറഞ്ഞു. എനിക്കും അത് ശരിയാണെന്ന് തോന്നി. അയാളും വേറെ ആലോചിക്കുന്നുണ്ട്. അയാളെക്കാളും ഒരു ദിവസം മുന്നേ സെറ്റിൽ ആകണമെന്ന് ഒരു വാശി. അപ്പോഴാ ബ്രോക്കർ ഈ ആലോചനയായിട്ട് വന്നേ. അങ്ങനെ സുഭാഷിനെ കണ്ടപ്പോ ഓക്കെ ആണെന്ന് തോന്നി. വേറെ ഒന്നും ഞാൻ ആലോചിച്ചില്ല. ആക്ച്വലി എനിക്കും എന്റെ ഹസ്സിനും, ഐ മീൻ എക്സിനും ഇടയില് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അയാളുടെ വിചാരം അയാളില്ലെങ്കിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ലെന്നാ. പരസ്പരം ഓക്കെ അല്ലെങ്കിൽ പിരിഞ്ഞു പോണം അല്ലേ? ഡിവോഴ്സ് തരാതെ കുറെ നോക്കി, അവസാനം സമ്മതിച്ചേ. അയാളെ ഡിവോഴ്സ് ചെയ്താല് എനിക്ക് ജീവിതം ഇല്ലാന്നാണ് തോന്നലെങ്കില് അതങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയെന്ന് വിചാരിക്കേ. അല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. ഈ കുട്ടിയുടെ ജീവിതം അതോടങ്ങ് തീരുവോ? ഒരിക്കലും ഇല്ല. ഇവരുടെ വഴിയെ മുന്നോട്ട് പോവും. അങ്ങനെ പുരുഷന്മാര് ചിന്തിക്കാൻ പാടില്ലല്ലോ. എന്നോട് അയാൾ പറയുവാ, ഡിവോഴ്സ് കഴിഞ്ഞ നിനക്ക് വേറെ കെട്ടാൻ പറ്റില്ലാന്ന്. ഇക്കാലത്ത് ഫസ്റ്റ് മാരേജ് എന്നെ പാടാ, സെക്കൻഡ് മാരേജ് ഒരിക്കലും നടക്കില്ലാന്ന്. എന്നാ പിന്നെ അയാൾ അതും കൂടി കാണിച്ചു കൊടുക്കാന്ന് ഞാൻ വിചാരിച്ചു. അയാളുടെ കൺമുന്നിൽ വെച്ച് എന്റെ കല്യാണം നടത്തണമെന്ന് ഞാൻ കരുതി. അതും ഡിവോഴ്സ് കിട്ടിയ ഫസ്റ്റ് വീക്ക് തന്നെ നടത്തണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കായിരുന്നു. അപ്പോഴേ ഈ ആലോചന വന്ന. അതുകൊണ്ടാ എല്ലാം വേഗം നടത്താന്ന് വിചാരിച്ചത്. അയാൾ അങ്ങനെ ജയിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അയാളെ തോൽപ്പിക്കാൻ എനിക്ക് എത്രയും പെട്ടെന്ന് ഇത് നടത്തണം. അല്ലാതെ എനിക്ക് കല്യാണത്തിന് വലിയ ഡ്രീമൊന്നുമില്ല. ഞാൻ നേരത്തെ കോഫി ഓർഡർ ചെയ്തിരുന്നു. കോഫി കഴിക്കുമല്ലോ അല്ലേ? ബില്ല് ഞാൻ പേ ചെയ്തിട്ടുണ്ട്.
എന്നാ ശരി, നമുക്ക് കാണാം. ഉം? നിധി, മനസ്സിലായില്ലേ? അവരുടെ എക്സിനോടുള്ള പ്രതികാരം മാത്രമാണോ ഈ വിവാഹം? അതെ, അയാളുടെ മുന്നിൽ ജയിച്ചു കാണിക്കാനുള്ള ഒരു വഴി. അല്ലാതെ ഈ വിവാഹത്തിലോ സുഭാഷ് ഏട്ടനിലോ അവർക്ക് വലിയ പ്രത്യേകത ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ അവരെ ആദ്യം പറഞ്ഞത് ശരിയാട്ടോ. എന്ത്? ഈ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ആദ്യമായിട്ട് കണ്ട പലരും നല്ല ജീവിതം ജീവിച്ചിട്ടുണ്ട്, അതിന് പഴകേണ്ട കാര്യമില്ലാന്ന്. അല്ല, ഞാൻ പറഞ്ഞതേ അതൊരു പോയിന്റ് എന്ന നിലയില്ലേ ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ പോലും അവർക്ക് ആ വിവാഹത്തെക്കുറിച്ച് ചില പ്രതീക്ഷകൾ ഉണ്ടാവും. ഇവർക്കത് ഒട്ടുമില്ല. സുഭാഷ് ഏട്ടന്റെ മനസ്സുകൊണ്ട് ഇഷ്ടമായിട്ടാണ് ഇത് സമ്മതിച്ചതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പാടുണ്ട്. ശരിയാ, ഇവർക്ക് ഈ കല്യാണം ഒരു റിവഞ്ചാ. നിധി, ഇത് ശരിയാവോ? എനിക്കൊരു പിടിയില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മളോട് എന്ത് കഴിക്കണമെന്ന് പോലും ചോദിക്കാതെ കോഫി ഓർഡർ ചെയ്ത് പോയിരിക്കുന്നു. ഇങ്ങനെ ഒരാള് സുഭാഷ് ഏട്ടന് സെറ്റ് ആവോ? പക്ഷെ ഇത് സംസാരിക്കേണ്ടത് അവർ രണ്ടുപേരും അല്ലേ? അവരെന്നെ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ആ കുട്ടി അവളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് അല്പം പോലും ഹീലായിട്ടില്ല. അയാളോടുള്ള പകയും ദേഷ്യമാ ഇപ്പോഴും അവളുടെ ഉള്ളില്. സുഭാഷ് ഏട്ടന്റെ ജീവിതത്തിലേക്ക് വന്നാലും പഴയ ഭർത്താവും സുഭാഷ് ഏട്ടനും തമ്മിലുള്ള കമ്പാരിസൺ ആവും നടക്കാൻ പോകുന്നത്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെ നേരിട്ട് കണ്ടുവന്ന കാര്യം കൂടി സുഭാഷ് ഏട്ടന് പറയാൻ പറ്റില്ല. വരട്ടെ, നിശ്ചയം കഴിഞ്ഞാലും കല്യാണത്തിന് സമയം ഉണ്ടാവുമല്ലോ. അതിനുള്ളിൽ അവര് മനസ്സിലാക്കുമെന്ന് വിചാരിക്കാം. അഡ്വാൻറ്റേജ് ടാസ്കിന്റെ പ്രോപ്പർട്ടീസ് നിങ്ങളുടെ മുമ്പിലുണ്ട്. പാനിപൂരി കുക്ക് പൊട്ടിച്ച് ഫില്ല് ചെയ്ത് കറക്റ്റ് ആയിട്ട് പൂക്കിക്ക് കൊടുക്കുക. ഹരീഷേ, നിന്റെ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞാലല്ലേ നമ്മുടെ കല്യാണം നടക്കൂ. എടി, അത് മാത്രം നിന്റെ പ്രശ്നം. എങ്ങനെയെങ്കിലും നമ്മുടെ കല്യാണം കഴിഞ്ഞു കിട്ടണം. അതിനു വേണ്ടിയിട്ട് എന്റെ ചേട്ടന്റെ ജീവിതം എങ്ങനെ തൊലഞ്ഞാലും വേണ്ടില്ല, അല്ലേ? നിനക്ക് നിന്നെ പറ്റി മാത്രം ഒരു വിചാരമുള്ളൂ. ഞാൻ നീ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കണതാ. സുഭാഷ് ചേട്ടനെ പറ്റി പറയുമ്പോ ചേട്ടന്റെ ജീവിതം എങ്ങനെ തൊലഞ്ഞാലും വേണ്ടില്ല, നിന്റെ കാര്യം നടക്കണം എന്നുള്ള ഒരു കാര്യമുള്ളൂ നിനക്ക്. അതെ, നോക്ക്, നമ്മുടെ കല്യാണം നടന്നാലും നടന്നില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ സുഭാഷ് ഏട്ടന്റെ ജീവിതം തകരാറിലാവാൻ പാടില്ല. അത് വളരെ പ്രധാനമാണ് ഞങ്ങൾക്ക്. ഇപ്പൊ സെൽഫിഷായിട്ട് സംസാരിക്കുന്ന ആരാ? നീയല്ലേ? എടി, ഞാനോ? അത് എന്നെ അറിയണ ആരും പറയില്ല. സ്വാർത്ഥത നിനക്കാ. അതെ, നീ പോവാൻ നോക്കിയേ, അല്ലെങ്കിൽ എനിക്ക് കല്യാണക്ക. ഓ, അത്രയ്ക്കായല്ലേ? നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല, അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ. അതെ, അങ്ങനെ വിചാരിച്ചിട്ട് സ്ഥലം കാലിയാക്കാൻ നോക്ക്. ചെല്ലി. ഉറങ്ങിക്കാണോ? അത് ശരി, എടുക്കാതിരുന്ന വീണ്ടും വിളിക്കില്ല അല്ലേ? ഹലോ, ഒരു തവണ ഫോൺ കട്ട് ചെയ്താ വീണ്ടും വിളിക്കില്ല അല്ലേ? ഇതൊരു സ്ഥിരം പരിപാടിയാണല്ലോ ഇപ്പോ. വെറുതെ വിളിച്ചൊന്ന് ബോധ്യപ്പെടുത്താൻ വിളിക്കുന്നതാണോ? അല്ല, നീ ഉറങ്ങി എന്ന് വിചാരിച്ചേ.
ഈ നേരത്താണോ ഞാൻ ഉറങ്ങാറുള്ളത്? പാനിപൂരി കഴിക്കും. നിന്നോട് സംസാരിക്കാതെ ഞാൻ ഉറങ്ങാറുണ്ടോ? അത് ഫോൺ ചെയ്തപ്പോ നീ എവിടെയായിരുന്നു? ഞാൻ എന്റെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ ഫോൺ എടുക്കായിരുന്നില്ലേ? ഞാൻ എടുത്തില്ലെങ്കിൽ എന്താ, നീ തിരിച്ചു വിളിക്കില്ലേ? എടുത്തില്ലെങ്കിൽ വീണ്ടും വീണ്ടും വിളിക്കണ. എന്റെ നമ്പർ കണ്ടാ തിരിച്ചു വിളിക്കുന്നു കരുതി. എന്നോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലേ നീ വീണ്ടും വീണ്ടും വിളിക്കും. അതാണ് സിൻസിയർ ലവ്. നിനക്കതില്ല. കടമ നിർവഹിക്കാൻ മാത്രമായിട്ട് ഒരു കോൾ ചെയ്യും. അതും അത് ഞാൻ എടുത്തില്ലെങ്കിൽ ഹൗ ആശ്വാസായി എന്ന് കരുതി ഉറങ്ങാൻ പോവാണ് വേണ്ടേ? അത് ട്രൂ ലവ് അല്ല ഹരീഷേ. നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ അടിയും ചീത്തയും വാങ്ങി സായി കേട്ട ജീവിക്കുന്നേ. എന്തൊരു ടോർച്ചറാന്നറിയാവോ? സ്വന്തം വീട്ടിലാണോ അതോ ശത്രുക്കളുടെ വീട്ടിലാണോ കഴിയണതെന്ന് പോലും എനിക്കറിയില്ല. അത്രയ്ക്ക് പ്രശ്നം ഇവിടെ. അപ്പോഴാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്. അയ്യോ നീതു, ഒന്ന് നിർത്ത്. ഞാൻ നീയുമായിട്ട് വഴക്കിടാനുള്ള മൂഡിലല്ല. ശരി, സമ്മതിച്ചു. എന്നാ സോറി പറ. എന്തിന്? ഞാൻ സെൽഫിഷാന്ന് പറഞ്ഞില്ലേ, അതിന് സോറി പറ. അതൊന്നും പറയാൻ പറ്റില്ല. കാരണം പറ. നീ ചെയ്തത് തെറ്റാ, അതെന്നെയാ കാരണം. നിനക്ക് എപ്പോഴും നിന്റെ ഭാഗത്തു നിന്നുള്ള ചിന്തയുള്ളൂ. സുഭാഷ് ചേട്ടന്റെ പ്രശ്നം നീ ആലോചിച്ച് നോക്കണ പോലുമില്ല. എങ്ങനെയെങ്കിലും സുഭാഷ് ചേട്ടന്റെ കല്യാണം നടത്തി നമ്മുടെ കല്യാണം നടത്തണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് സുഭാഷ് ചേട്ടൻ ആരെ കെട്ടിയാലും നിനക്കൊരു പ്രശ്നവുമില്ല. ഞാൻ നിന്റെ ചേട്ടന്റെ നല്ലതിന് വേണ്ടിയാ പറഞ്ഞേ. നീ വിചാരിച്ച മീനിങ്ങിനല്ല ഞാനത് പറഞ്ഞേ. അതുപോലും മനസ്സിലാക്കാതെയാ നീ സെൽഫിഷ് എന്ന് പറഞ്ഞേ. അതിന് സോറി പറഞ്ഞേ പറ്റുള്ളൂ. എടി, സത്യം പറഞ്ഞ നീയാ സോറി പറയണ്ടേ. ഞാൻ ഫോൺ ചെയ്തപ്പോ മനഃപൂർവ്വം ഫോൺ എടുക്കാണ്ടിരുന്ന് എന്താ വീണ്ടും വിളിക്കാത്തേന്ന് പറഞ്ഞ് മെക്കിട്ട് കയറിയതല്ലേ നീ? ഒന്ന് കേട്ടോ, ഈ ദേഷ്യം കൊണ്ട് ഒരു കാര്യം ഉണ്ടാവാൻ പോണില്ല. അങ്ങനെ ഒരുപാട് നല്ലവനെ പോലെ ഉപദേശിക്കാൻ നിൽക്കല്ലേ. നീ എന്താ എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടില്ലേ? എന്ന് വെച്ചാ? ഹോ, സെൽഫിഷ് എന്ന് വെച്ചാ എന്താന്നറിയാം. സാക്രിഫൈസ് എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ല അല്ലേ? അതറിയാം. എന്നാ പറ, എന്താ നീ എനിക്ക് വേണ്ടി ഉപേക്ഷിച്ചിട്ടുള്ളേ? നിനക്ക് എപ്പോഴും നിന്റെ കുടുംബം വലുത്. എനിക്ക് വേണ്ടി ഒരിക്കൽ പോലും നീ ആലോചിച്ചിട്ടുണ്ടോ? എന്തുമാതിരി മനുഷ്യനാ നീ? നിർത്തറി. നിന്നോട് സംസാരിക്കുമ്പോഴേ മനുഷ്യരെ പിരിയളകും. എടി, എപ്പോഴെങ്കിലും നീ കാര്യമില്ലാണ്ട് വഴക്കിടാണ്ടിരുന്നിട്ടുണ്ടോ? രാത്രി ഉറങ്ങുന്നതിന് മുന്നേ എന്തെങ്കിലും പറഞ്ഞ് അടിയുണ്ടാക്കി അവന്റെ ഉറക്കം കളയണത് എങ്ങനെയാണെന്നല്ലേ നീ പകല് മുഴുവൻ ഒക്കെ ഇരുന്ന് ആലോചിക്കണേ. എടി, നീ ദയവ് ഇതൊന്ന് ഫോൺ വെക്കണി. നിന്നോട് സംസാരിക്കുമ്പോ എനിക്ക് കലിയളകും. അതേടാ, എന്നോട് സംസാരിക്കുമ്പോഴേ നിനക്ക് കല്ലി ഇളകുന്നതായി തോന്നും. എടി, നിന്നോട് ഫോൺ വെക്കാനാ പറഞ്ഞേ. നീ വിളിക്കുന്നു കരുതി ഇത്രയും നേരം കാത്തിരുന്ന ഞാനാ വണ്ടി. നിന്നെ ചെരുപ്പുരി അടിക്കാൻ വേണ്ടേ? പുറത്ത് കിടക്കണില്ലേ, അതെടുത്ത് നീ തന്നെ സ്വന്തം കവിളില് മാറി മാറി അടിച്ചാ മതി. നിനക്ക് അതിന്റെ കുറവ്. ശരി, ഇപ്പോഴും നിനക്കൊരു സോറി പറഞ്ഞ പ്രശ്നം തീർക്കാൻ തോന്നുന്നില്ല അല്ലേ? എന്റെ പറ്റി പറയും സോറി. വെക്കണി ഫോൺ. ഹലോ ഹലോ. വിളിച്ചു നോക്കണോ? വേണ്ട, അവൻ അത്ര വലിയ ഈഗോ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലേ ഞാനും വിളിക്കാൻ പോകുന്നില്ല. ഇതാണ് നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് ആദ്യമേ അറിയായിരുന്നു. അധികം വൈകാതെ നിന്റെ പ്രേമം പൊട്ടാൻ പോവാ, കണ്ടോ? എന്റെ കാര്യേ ഞാൻ നോക്കിക്കോളാം, താൻ ഇടപെടണ്ട. ഞാനായിട്ട് ഇടപെടാതെ തന്നെ നിങ്ങൾ അടിച്ചു പിരിയെന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോ ഉറപ്പായി. സന്തോഷായി പെങ്ങളെ, തൃപ്തിയായി. നിന്റെ വാക്കിനവൻ പുല്ല് വിലയാ തരുന്നല്ലേ. ഇക്കണക്കിന് ഇതൊരു 2 മാസം പോവോ? എടി, നിന്നോടാ ചോദിച്ചേ. ഇറങ്ങിപ്പോ.
നിധി ദേ ഇത് വെച്ചോ. ഇതെന്തിനാ? നിധിക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ലേ? വാങ്ങിക്കോ. എനിക്ക് വേണ്ട. ഓ അപ്പൊ ബിസ്ക്കറ്റ് ആയിരിക്കും അല്ലേ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ ഞാൻ നൂഡിൽസ് എടുത്താലോ? ആദ്യം ഈ എടുത്തൊക്കെ തിരിച്ചുകൊണ്ട് വെക്കാൻ നോക്ക്. എന്താ വാങ്ങിക്കേണ്ടത് എനിക്കറിയാം. ഷെടാ ഇതിപ്പോ മിണ്ടിയോ ചീത്തയാണല്ലോ. കിടക്കട്ടെ. സുധീഷേ, എന്താ? നിങ്ങളുടെ അടുത്ത് അത് കൊണ്ടുവെക്കാനല്ലേ പറഞ്ഞത്? അതിന് ഈ ബാസ്ക്കറ്റ് കൊണ്ടുപോണോ? കഷ്ടം. നടക്ക്. എക്സ്ക്യൂസ് മീ, എന്താ നോക്കുന്നത്? കാഷ്യൂ 100 ഗ്രാമോ 200 ഗ്രാമോ? 100 മതി. താങ്ക് യു. ഓ യു ആർ ഓൾവേസ് വെൽക്കം. അതെ, ഇവിടെ സെയിൽസ് ബോയ് ആയിട്ട് ജോലി കിട്ടിയോ? അതെന്താ നിധി? പിന്നെന്താ അത്? അതൊരു സാമൂഹ്യ സഹായം. പെൺപിള്ളേർക്ക് അണ്ടിപ്പരിപ്പെടുത്ത് കൊടുക്കുന്നതാണോ സാമൂഹ്യ സഹായം? ആദ്യം ഇത് തള്ളി നടക്കാൻ നോക്ക്. നിധി നടന്നോ, ഞാൻ പുറകെ വന്നോളാം. അപ്പോ ഞാൻ മറ്റൊരു പെൺകുട്ടിയോട് മിണ്ടുന്നത് സഹിക്കുന്നില്ല. ഇതാണ് പ്രേമത്തിന്റെ തുടക്കം. മോനെ, നിന്റെ വഴി കറക്റ്റാ. എന്താലോചിച്ച് നിക്കാ? ദാ വരുന്നു. ഞാൻ പോയിട്ടെ കുറച്ച് പാത്രങ്ങൾ വാങ്ങിട്ട് വരാം. പാത്രങ്ങളോ? അതൊക്കെ വീട്ടിലുണ്ടല്ലോ. ഉണ്ട്. ചതഞ്ഞതും പൊട്ടിയതും കുറെ എണ്ണം ഉണ്ട്. എപ്പോഴെങ്കിലും അടുക്കളക്കാര് നോക്കണം, എന്നാലും അറിയൂ. ആ പാവ സുഭാഷേട്ടൻ കിടന്ന് നരകിക്കാനും നിങ്ങളൊക്കെ ഇരുന്ന് തിന്നാനും. പിന്നെ പല പല പെണ്ണുങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. സ്വന്തം വീട്ടിലേക്ക് എന്താ വേണ്ടതെന്ന് അന്വേഷിച്ചോളൂ. അയ്യോ, എന്നോട് വേണ്ടതിന്റെ ലിസ്റ്റ് എന്നാ മതിയായിരുന്നല്ലോ, ഞാൻ മേടിച്ചോണ്ട് വന്നേനെ. ഇത്രയും കൊല്ലായിട്ട് ആ വീടും അടുക്കള അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, അപ്പോഴൊന്നും തോന്നിയില്ലല്ലോ. ഇനിയിപ്പൊ തോന്നണ്ട, വലിയ വാചകം മാത്രം പോരാ. അവിടെ ഇപ്പൊ പാത്രങ്ങളുടെ ആവശ്യം ഉണ്ടോ? ഇതിപ്പോ കുറെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടല്ലോ നിധി. അതെ, സാലറി കിട്ടിയാ വാങ്ങണമെന്ന് നേരത്തെ കരുതിയിരുന്നതാ. ഓ, പിന്നെ വീട്ടിലേക്ക് ഒരു കുട്ടി കൂടി വരാൻ പോവല്ലേ, അവൾ ഈ പഴയ പൊട്ടിയ പാത്രങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണ്ടല്ലോ. ആ കുട്ടി വരുമ്പോ എല്ലാ സാധനങ്ങളും നീറ്റായിരുന്ന അതൊരു സന്തോഷല്ലേ? അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ കല്യാണം ഒരു ട്രാപ്പ് പോലെ എനിക്ക് തോന്നുക. അത് എന്തുകൊണ്ടാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പക്ഷേ തെറ്റായ ഒന്നാണ് നടക്കാൻ പോകുന്നതെന്നൊരു തോന്നല്. ആ പെൺകുട്ടിയെ പറ്റി വീട്ടുകാരെ പറ്റി അന്വേഷിച്ചായിരുന്നോ? ഇല്ല. ആദ്യം അത് ചെയ്. ആ വീടിന്റെ പരിസരത്ത് പോയി കാര്യം അന്വേഷിച്ചിട്ട് വാ. സുഭാഷേട്ടൻ നേരിട്ട് കണ്ടാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അന്വേഷിക്കാതിരിക്കണ്ട. അന്വേഷിക്കാം. സുഭാഷേട്ടനൊരു പാവ. എന്തേലും പ്രശ്നമുണ്ടെന്ന് തോന്നലുണ്ടെങ്കിൽ അത് അന്വേഷിച്ചറിഞ്ഞിട്ട് മതി കല്യാണം. നാളെ തന്നെ നമുക്ക് അതിനുള്ള ഏർപ്പാടുണ്ടാക്കാം. എത്തിയോ? ഇറങ്ങിയില്ലേ? കമോൺ. നിനക്ക് വിശക്കുണ്ടോ? ദോശ ഉണ്ടാക്കട്ടെ? വേണ്ട, കുറച്ച് കഴിഞ്ഞ് മതി. എന്തോ ഇത് കുറെ സാധനങ്ങളുണ്ടല്ലോ. നിധിയെ, അടുക്കളയിലേക്കുള്ള മുഴുവൻ പാത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിന് പാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ആ വളഞ്ഞത് പൊട്ടിയതൊക്കെ അല്ലേ, അതൊക്കെ ഇനി കളയാം. സുഭാഷേട്ടാ, ഇത് കണ്ടാലേ ഇതാണ് പാത്രങ്ങൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവൂ. എടാ നികേഷേ, കം ഓൺ, ലെറ്റ്സ് ഗോ ടു ദ കിച്ചൺ. ലെറ്റ്സ് ഗോ.
മറക്കണ്ട. നികേഷേ, ആ നോടെ ദേ, ഇത് നോക്കിയടാ. ദേ നോക്കി, എടതി ചായ കലക്ക്. ഇതെന്തായാലും കലക്കിട്ടാ. ഉം. ഇത് ഇവിടെ വെക്കും. ആ, ഏ എന്താ ചെയ്യുന്നത്? ഇതെടുത്ത് വെക്കണ്ടേ? വേണം. അതിനുമ്പേ കഴുകി തുടച്ചു വെക്കണം. ഈ പുതിയ പാത്രങ്ങള് എത്ര ദിവസം പൊടി കിടന്നതാ? ഇത് കഴുകി തുടച്ചു വെക്കണം. ഓക്കേ. നികേഷേ, സുഭാഷേട്ടാ, വാ, കമോൺ, നമുക്കൊരു പിടി പിടിക്കാം. ഹാ, ആരും പിടിക്കാൻ പോകുന്നില്ല. ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ കഴുകി തീർക്കണം. ഒറ്റയ്ക്കോ? അതെ ആ, അതെ. എന്താ പറ്റില്ലേ? അങ്ങനെ പറഞ്ഞില്ലല്ലോ. ആ, എന്നാ തുടങ്ങിക്കോ. അയ്യോ, ദാ തുടക്കാനുള്ള ടവൽ. ആ പെൺകുട്ടിയെ പഞ്ചാരടിച്ചതിന്റെ റിവഞ്ചാണല്ലേ കമ്പടി കളി. എന്താ? അല്ല, ഇതെല്ലാം വൃത്തിയായിട്ട് ചെയ്തു തീർക്കാനേ 1 മണിക്കൂറെങ്കിലും ആവുമെന്ന് പറഞ്ഞതാ. ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് വേറെ ജോലിക്കൊന്നും പോകാനില്ലല്ലോ. ശരി, മാറിക്കാം അങ്ങോട്ട്. അത് കഴിയും പറയണേ. ഇവിടെ ഒരു പാത്രമുണ്ട്. ഹലോ, എന്താ വേണ്ടേ? ഇഷ്ടമുള്ളവർ തമ്മിൽ വഴക്കടിക്കും. പക്ഷെ ഫോൺ ആരാണോ കട്ട് ചെയ്യുന്നത് അയാൾ തിരിച്ചു വിളിക്കണം. നീയാണ് കട്ട് ചെയ്തത്, എന്നിട്ട് നീ തിരിച്ചു വിളിച്ചോ? എന്തിന്? വീണ്ടും വഴക്കുണ്ടാക്കാനല്ലേ? ദേഷ്യപ്പെട്ട് നീ ഫോൺ കട്ട് ചെയ്തപ്പോ തിരിച്ചു വിളിക്കൂന്ന് കരുതി ഞാൻ ഇവിടെ കാത്തിരുന്നു. അതറിയാവോ? ദേഷ്യം പിടിപ്പിച്ചത് നീയല്ലേ? ഞാനോ? അല്ലാണ്ട് പിന്നെ? ഒരു സോറി പറയാൻ പറഞ്ഞതാണോ ഇത്ര വലിയ പ്രശ്നം? എടി, അത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. അങ്ങനെ പറയാൻ പറ്റിയില്ലെങ്കിലേ നിന്റെ ലവ് റിയൽ അല്ലെന്ന് അർത്ഥം. റിയൽ ആണെന്ന് തെളിയിക്കാൻ സോറി പറയാൻ എനിക്ക് മനസ്സില്ല. അപ്പൊ നിനക്കിനോട് ലവ് ഇല്ലെന്ന് അർത്ഥം. മിണ്ടായിരുന്നു കേട്ടാ, അനാവശ്യമായിട്ട് സംസാരിക്കാൻ നിൽക്കരുതേ. ഞാൻ എന്താ അന്വേഷിച്ച സംസാരിച്ചേ? ഈ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഏട്ടത്തിനെ കൊണ്ട് വാങ്ങിപ്പിച്ചത് ഇയാൾക്ക് നാണില്ലാത്തോണ്ടല്ലേ? ഒന്ന് പറഞ്ഞു രണ്ടിനും നിങ്ങൾ എന്തിനെങ്കിലും തല്ലാൻ പോകുന്നേ? സംസാരിച്ച് തീർക്കാൻ നിങ്ങൾക്ക് പറ്റില്ലേ? നോണുണ്ടോ രണ്ടിനും?